ഇന്ന് ഞാൻ വിളിച്ചു പറയാം, എത്ര കൂരിരുട്ടാണെങ്കിലും ഒരു മെഴുകുതിരി നാളത്തിന്റെ മുമ്പിൽ അത് മാറിയാൽ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞവൻ. വചനത്തിന്റെ വാതിലുകളെ പരിശുദ്ധമായി രാത്രി തുറക്കുകയാണ്. വ്യക്തമായി എനിക്കറിയാം, ശരീരങ്ങൾ വിടുവിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി പഴക്കമുള്ള വിഷയങ്ങളെ സ്വർഗത്തിലെ ദൈവം സൗഖ്യമാക്കുകയാണ്. ഏറ്റെടുത്തു. അല്പസമയം കർത്താവിനെ സ്തുതിച്ച് ആമേൻ. അത്ഭുതകരമായ ദൈവപ്രവൃത്തി ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് വീണ്ടും പറയും, വിശ്വാസികളാണെങ്കിൽ സാധാരണ വിശ്വാസിയായിട്ട് നിങ്ങൾ പോകരുത്. വചനത്തിൽ ജീവിക്കണം. My righteous shall live by faith. തന്റെ നീതിമാൻ വിശ്വാസം ജീവിക്കും. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളത് നിലനിൽക്കുന്ന ദൈവവചനത്താൽ. ഒരു ദിവസമേ നീ ശുശ്രൂഷിച്ചാൽ നീ വിശ്വസിക്കണം. ഞാൻ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ തന്നെ പറഞ്ഞു, കർത്താവ് എനിക്കറിയാം ഞാൻ കൂടെ 2, 3, 4 കുടുംബമേ ഉള്ളൂ. പക്ഷെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, നീ ചെറുതാന്നേലും വലുതാന്നേലും എടുക്കുന്ന സ്ഥലം ഞാൻ നിറയ്ക്കും. ഏറ്റെടുത്തോട്ടെ. പരിശുദ്ധാത്മാവ് എന്നോട് പറയും, നീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നോക്കിയേ. ഹല്ലേലൂയ. വ്യക്തമായി എനിക്കറിയാം. നോക്കിയേ, എന്റെ സഭയെ കൂട്ടാതെ വരുന്ന മക്കളോട് ചോദിച്ചാൽ അറിയാം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, കുഞ്ഞുങ്ങളുടെ തലമുറകളുടെ ജോലി വിഷയത്തിൽ, ഏതെങ്കിലും ഭാവി വിഷയത്തിൽ, വേണമെങ്കിൽ ഇങ്ങനെ പറയാം, വിവാഹ വിഷയത്തിൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ ക്രൂസിന്റെ നടുവിൽ ഞാൻ പറയുന്നു, ആ മണ്ഡലങ്ങളുടെ പേരിൽ വിടുന്നത്. 2012 ആറന്മുള ക്രൂസൈഡിൽ ഞാൻ വിളിച്ച് പറഞ്ഞു, അമ്മാമ വന്ന് പറഞ്ഞു തലമുറയില്ലെന്ന് പറഞ്ഞു. മോക്ക് തലമുറയില്ലെന്ന് പറഞ്ഞു. ആ കൊച്ചിന് എത്ര ഉണ്ട് വയസ്സ്? 12 വയസ്സല്ലേ. ആ ക്രൂസൈഡിന്റെ നടുവിൽ പറഞ്ഞു, ദൈവം തലമുറ തരാൻ പോകുന്നു. ഇവിടെ ഉള്ള വീടുകൾക്ക് അറിയാം, ഇവിടെ ഞാൻ അവരുടെ വിഷയങ്ങളെ കുറിച്ചുള്ള കൃത്യമായിട്ട് പാസ്റ്റർ പറഞ്ഞതെല്ലാം പരിശുദ്ധാത്മാവ് അവിടെ ചെയ്യും. അതാണ് അവരുടെ വിശ്വാസം. ഇന്ന സമയത്ത് ഇന്ന കാര്യം, ഇന്ന പ്രവൃത്തി, എല്ലാ കാര്യങ്ങളും അതവർക്ക് പറയണേ. അവർക്ക് സമയമുണ്ട്, അവർ സാക്ഷ്യം പറയും. ദൈവത്തെ മാത്രപ്പെടുകയാണ്. തലമുറയുടെ വിഷയത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, കുഞ്ഞുങ്ങളുടെ ഭാവി വിഷയത്തിൽ യഥാസ്ഥാനപ്പെടാനുണ്ടെങ്കിൽ, ജോലി വിഷയമാണെങ്കിലും ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, അങ്ങനെയുള്ള ഇരിക്കുന്നിടത്ത് ഏൽപ്പിച്ചു കൊടുത്തോണം. വിവാഹ വിഷയമാണെങ്കിലും വചനം പറഞ്ഞ് നിങ്ങളെ വിടുകയല്ല. ഇന്ന് വചനത്താൽ ദൈവം ചിലത് ഉറപ്പിക്കുകയാണ് രാത്രിയിൽ. ആ വിഷയത്തിന്റെ മേൽ പരിശുദ്ധാത്മ പരിഹാരം അയക്കാൻ പോവാ. ചില ഓഫർ ലെറ്ററുകൾ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്താണ്ട്, ഓ ഹല്ലേലൂയ, ചില ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേൽ പരിശുദ്ധാത്മ മറുപടി അയക്കുക. അക്കാര്യത്തിൽ ഭയങ്കര ധൈര്യവും. ദൈവത്തിന്റെ കാര്യങ്ങൾ ഉയർത്തുമ്പോഴേ ഭയങ്കര ധൈര്യവും. ഒരിക്കൽ ഞാൻ ഒരു അമ്മാമ്മ വന്ന് പറഞ്ഞു, ഉള്ള ഇന്റർവ്യൂവിനെല്ലാം ഒരു മോൻ പോയി. ഈ മോൻ ഓരോ ഇന്റർവ്യൂവിന് പോയിട്ട് ഒരു തരത്തിൽ നടക്കുന്നില്ല. എങ്ങനെയാ നോക്കണം, നാട്ടിലുള്ളവനെ ഷാർജയിലും UAE-യിലൊക്കെ വിളിക്കും, പൈസ മുടക്കി അവിടെ പോകും, അറ്റൻഡ് ചെയ്യും. ഈ അമ്മാമ്മ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. വേറൊരു സഭയിൽ പോകുന്ന അമ്മാമ്മ കേട്ടോ. പക്ഷേ അമ്മാമ്മ പറഞ്ഞു, ഒരു വിടുതൽ പ്രാർത്ഥനയ്ക്ക് വരും. ഓരോ പ്രാവശ്യം പ്രാർത്ഥന വെക്കുമ്പം എൻ്റെ വൈഫ് പറഞ്ഞു, അമ്മാമ്മ പറഞ്ഞു വീണ്ടും ഒരു പ്രാർത്ഥന വേണം. ഞാൻ പറഞ്ഞു, ഒത്തിരി പ്രാർത്ഥന അമ്മാമ്മയ്ക്ക് വേണ്ടി ചെയ്താൽ എനിക്കറിയത്തില്ല. ഓരോ പ്രാവശ്യം പ്രാർത്ഥിക്കുക. അത് ചില സമയത്ത് ദൈവം നമ്മുടെ ക്ഷമയെ പരിശോധിക്കും. ദൈവത്തെ സ്തുതിച്ച്. പക്ഷെ ഒരു പ്രാവശ്യം വന്നിരുന്ന ഞാൻ ചോദിച്ച അമ്മമ്മ ഇപ്പൊ എന്ത് പോയി? പക്ഷെ എല്ലാം അടുത്ത് വരും. എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ അവർ വിളിക്കാമെന്ന് പറയാം, അവർ വിളിക്കത്തില്ല. പെട്ടെന്ന് എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഞാൻ വിശ്വാസം പ്രസംഗിക്കുന്ന ആളാകട്ടോ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആത്മാവ് നിങ്ങൾ വർദ്ധിക്കും. ഇത് കഴിഞ്ഞു പോയി പല കാര്യങ്ങൾ ചെയ്യാൻ മടുത്തു പോയവര് ഇത് കഴിഞ്ഞു പോയി ചെയ്യാൻ ദൈവം നിങ്ങൾക്ക് ധൈര്യം തരും. ദൈവത്തെ ഒന്ന് മാറ്റപ്പെടുത്തുക. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് അവിടെ ഇരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ ദൈവം ഒരു ചിന്ത തരിക. ഞാൻ ടൊയോട്ടയിൽ ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ട് അതിലേക്ക് ടൈമിന് കിട്ടാതിരുന്നപ്പോൾ, അവർ സമയത്തിന്റെ കാലാവധികൾ കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് അല്പം റേസ് ചെയ്തായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സമയം നിങ്ങൾ പറ, എന്നിട്ട് നടത്തിക്കല്ല. കോവിഡ് സമയത്ത് ആ സമയങ്ങളാണ്. അത് കഴിഞ്ഞ പെട്ടെന്ന് മാനേജർ എന്നോടൊരു വാക്ക് പറഞ്ഞു, ഞാൻ ഇപ്പോഴും മറക്കത്തില്ല. അധികാരമുള്ളവൻ പറഞ്ഞു, സാർ പൊക്കോ, ഇന്ന ദിവസിക്ക്. ഞാൻ പറഞ്ഞു, സാറേ വിശ്വസിക്കാമോ? ഇവരെന്നെ ഒത്തിരി, ഞാൻ മാനേജറാണ്, പൊക്കോളാൻ പറഞ്ഞു. ഇന്ന സമയത്ത് ഡെലിവറി ചെയ്യും. ആ പുള്ളി പറഞ്ഞതിന്റെ തലേദിവസം വണ്ടി ഡെലിവറി ചെയ്തു. പെട്ടെന്ന് ഞാൻ പറഞ്ഞ അമ്മാമ്മയെ പൊക്കോ. എത്ര പേർക്ക് സാക്ഷ്യം അറിയാം? ഞാൻ പറഞ്ഞ അമ്മാമ്മയെ ജോലി അവന്റെ കയ്യിൽ ഞാൻ തരുക. ഷാജി പാസ്റ്റർ അല്ല, യേശുവിന്റെ നാമത്തിന്റെ അധികാരത്തിൽ ഒരു ജോലി തരുവാന്ന് പറഞ്ഞു. നോക്കിക്കേ,
ഈ വണ്ടിയുടെയൊക്കെ താക്കോല് കൊടുക്കുന്ന പോലെ ഞാൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അന്ന് വൈകിട്ട് അമ്മാമ്മ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ വിളിക്കാമെന്ന് പറഞ്ഞവര് വിളിച്ചു. ഇന്ന് രാത്രി ഇന്റർവ്യൂ. പിറ്റേ ദിവസം അവൻ ഇവിടുന്ന് ഷാർജയ്ക്ക് കയറിപ്പോയി. ആ നാമത്തിന്റെ അധികാരം എനിക്ക് മാത്രമല്ല, ഏറ്റെടുത്തു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം